സ്കിൻ കൂൾ ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ഒക്കെ പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഷീറ്റ് മാസ്ക്. സ്കിന്നിൻ്റെ ഡൾനെസ് കുറയാനും സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും ഹൈലൂറോണിക് ആസിഡുള്ള ഫേസ് മാസ്ക്, അലോവേരയുള്ള ഫേസ് മാസ്ക് ഇത് രണ്ടും ഹെൽപ്ഫുൾ ആണ്. സാലിസിലിക് ആസിഡുള്ള ഷീറ്റ് മാസ്കുകൾ ഓയിൽ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എന്നാൽ കൊളേജൻ കണ്ടെയ്നിങ് എന്ന് പറഞ്ഞു വന്ന ഷീറ്റ് മാസ്കുകൾ ആൻറ്റി ഏജിങ് അത്ര ബെനിഫിറ്റ് ഉള്ളതല്ല. കൊളേജൻ ഒരു വലിയ മോളിക്യൂൾ, സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് കൊളേജൻ അബ്സോർബ് ചെയ്യില്ല. കൊളേജൻ ഷീറ്റ് മാസ്ക് കൂൾ ചെയ്യാൻ ബെനിഫിഷ്യൽ ആണെങ്കിലും ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് അത്ര ഉണ്ടാവില്ല. സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും സ്കിൻ ഒന്ന് ബ്രൈറ്റൻ അപ്പ് ചെയ്യാനും ഒരു പാർട്ടിക്കോ ഫംഗ്ഷനോ പോകുന്നതിന് മുന്നേ സ്കിന്നിന് ഒരു തിളക്കം കിട്ടാനും ഒരു റിലാക്സേഷൻ ടൈം, കുറച്ച് മീ ടൈം കിട്ടാനും ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാം. ഷീറ്റ് മാസ്കുകൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായി ക്ലീൻ ചെയ്ത് ഓയിൽ റിമൂവ് ചെയ്ത് മാസ്ക് അപ്ലൈ ചെയ്ത് ഒരു 20-25 മിനിറ്റ്സ് മുഖത്ത് വെച്ചതിന് ശേഷം റിമൂവ് ചെയ്യാം. ഷീറ്റ് മാസ്കുകളിൽ മോസ്റ്റ്ലി ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് ഉള്ളത്. അതുകൊണ്ട് ഇത് വാഷ് ചെയ്ത് കളയേണ്ട, പതുക്കെ ഒന്ന് മസാജ് ചെയ്തോ ഡാബ് ചെയ്തോ അങ്ങനെ തന്നെ വിട്ടാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്രൈറ്റൻ അപ്പ് ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനും കുറച്ച് ഓയിൽ കൺട്രോൾ ചെയ്യാനും ഷീറ്റ് മാസ്ക് ഹെൽപ്പ് ചെയ്യും. വീക്ക്ലി വൺസ്, ആഴ്ചയിൽ ഒരിക്കലോ 2 പ്രാവശ്യം ഉപയോഗിക്കാം. ഷീറ്റ് മാസ്ക് ഒരു സ്കിൻ എസെൻഷ്യൽ അല്ല. ആൻറ്റി ഏജിങ്ങിനോ ആക്നെ കുറയ്ക്കാനോ മെഡിക്കൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഒന്നും ഷീറ്റ് മാസ്കിനില്ല. നമ്മൾ സാധാരണയായി ചെയ്യുന്ന മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, സീറംസ് ഇതിൻ്റെ കൂടെ ഒരു അഡിറ്റീവ് ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് ഷീറ്റ് മാസ്ക്.